എല്ലാവർക്കും നമസ്കാരം. വിക്കൻ എജുസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് അതിൻ്റെ ഒരു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു പ്രൊസീജിയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ അക്കൗണ്ടിങ് ഭാഗത്തേക്കാണ് നമ്മൾ അടുത്തായിട്ട് കിടക്കാൻ വേണ്ടി പോകുന്നത്. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ മായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കൺസൈൻ ചെയ്യുന്നതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് മെത്തേഡുണ്ട്. ഒന്ന് കോസ്റ്റ് പ്രൈസ് മെത്തേഡുണ്ട്, കോസ്റ്റ് പ്രൈസ് ഉണ്ട്. രണ്ടാമത്തെ ഇൻവോയ്സ് പ്രൈസ് ഉണ്ട്. കോസ്റ്റ് പ്രൈസ് അതോടൊപ്പം തന്നെ ഇൻവോയ്സ് പ്രൈസ്. ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതിനുള്ള രണ്ട് മെത്തേഡാണ് കോസ്റ്റ് പ്രൈസും ഇൻവോയ്സ് പ്രൈസും എന്നുള്ളത്. കോസ്റ്റ് പ്രൈസ് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ഇൻവോയ്സ് പ്രൈസിനകത്ത് കുറച്ചും കൂടെ അധികം ജേണൽ എൻട്രീസ് വരുന്നുണ്ട്. കോസ്റ്റ് പ്രൈസിനകത്ത് പ്രധാനമായിട്ടും 9 ജേണൽ എൻട്രീസാണ് കോസ്റ്റ് പ്രൈസിനകത്ത് വരുന്നത്. ഇൻവോയ്സ് പ്രൈസിനകത്ത് പിന്നെ അതിൻ്റെ ലോഡൊക്കെ റെഡ്യൂസിങ് ബന്ധപ്പെട്ടുള്ള കുറച്ച് അധികം ജേണൽ എൻട്രീസ് വരുന്നുണ്ട്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനോട് കൂടി ലാഭം കൂടി പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടുള്ള പ്രൈസാണ്. കോസ്റ്റ് പ്രൈസിനോട് കൂടി പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് രണ്ടാമത് ഡിസ്കസ് ചെയ്യാം ഇൻവോയ്സ് പ്രൈസ് എന്താണെന്നുള്ളത്. ആദ്യം കോസ്റ്റ് പ്രൈസ് മെത്തേഡിനകത്ത് വരുന്ന ജേണൽ എൻട്രീസ് നമുക്ക് എന്തൊക്കെയാണുള്ളത് നോക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ ക്ലാസ് എടുക്കുമ്പം പെട്ടെന്ന് അതിൻ്റെ വീഡിയോ കട്ടായി പോയതാണ്. ലാസ്റ്റ് ചെറിയൊരു പോർഷൻസ് പറയാൻ അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിട്ടില്ല, വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളതാണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനറാണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കൺസൈൻമെൻറ്റിനകത്ത് ഇപ്പം ഉദാഹരണത്തിന് കൺസൈനർ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മാനുഫാക്ചറർ അല്ലെങ്കിൽ ട്രേഡറാണ് കൺസൈനർ എന്ന് പറഞ്ഞാൽ. അയാൾ ഏജൻറ്റിന് അവരുടെ ഗുഡ്സ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏജൻസിന് കൊടുക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ചിലപ്പം ഒരു കൺസൈനർ ഇപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞ ഒരു കൺസൈനർ അവർ ചിലപ്പോൾ എന്താണ് എ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് അവരെന്ത് ചെയ്യാം, ഗുഡ്സ് സെൻഡ് ചെയ്യാം. ബി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യാം. സി എന്ന വ്യക്തിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവർ ഓരോ കൺസൈൻമെൻറ്റിനകത്തുമുള്ള ഈ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതിനകത്തുള്ള ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വരക്കുന്ന അക്കൗണ്ടിന് വിളിക്കുന്ന പേരാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നല്ല. അപ്പോൾ ഈ ഒരു കേസിനകത്ത് എന്താണ് കൺസൈൻമെൻറ്റ് ടു എ എന്നുള്ള അക്കൗണ്ട് വരക്കും നമ്മൾ. എന്നിട്ട് ഈ എക്ക് കൺസൈൻ ചെയ്യുന്നത് വഴി എക്സ് വൈ ലിമിറ്റഡിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് അത് നമ്മൾ കണ്ടുപിടിക്കും. അതോടൊപ്പം തന്നെ എന്താണ് കൺസൈൻമെൻറ്റ് ടു ബി. അങ്ങനെ എത്ര ആൾക്കാർക്കാണ് ഇത് കൺസൈൻ ചെയ്യുന്നത് അവരുടെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യും. അതാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത്. ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. ഒരു കൺസൈൻമെൻറ്റിനകത്ത് സാധാരണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ കൺസൈൻമെൻറ്റിനകത്ത് പ്രിപ്പയർ ചെയ്യുന്ന ലാഭനഷ്ട കണക്കുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണെന്ത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത്. ഇനി ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് മാത്രമായിരിക്കുമോ കൺസൈനർ വരക്കുന്നുണ്ടാവുക? അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് കൺസൈനറുടെ ബുക്കിനകത്ത് വരുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്. കൺസൈനറുടെ ബുക്കിനകത്ത് ഒന്ന് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് വരക്കുന്നത്. അത് മാത്രമായിരിക്കും വരക്കുന്നുണ്ടാവുക. കാരണം ഇതിനകത്ത് കൺസൈനിയുടെ കയ്യിൽ നിന്ന് എത്ര എമൗണ്ടാണ് കിട്ടാനുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുകൂടി പ്രിപ്പയർ ചെയ്യും, കൺസൈനി അക്കൗണ്ട് കൂടി പ്രിപ്പയർ ചെയ്ത്. കൺസൈനി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, എമൗണ്ട് ഡ്യൂ ഫ്രം ദ കൺസൈനി. ആ കൺസൈൻമെൻറ്റിനകത്ത് കൺസൈനിയിൽ നിന്ന് എത്ര എമൗണ്ടാണ് കിട്ടാനുള്ളത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് വരക്കുന്ന അക്കൗണ്ടാണെന്ത് കൺസൈനി അക്കൗണ്ട് എന്നുള്ളത്. ഈ കൺസൈനി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും, ഇതൊരു പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും എന്ത് കൺസൈനി അക്കൗണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് രണ്ട് മെത്തേഡ് നമ്മളുണ്ടെന്ന് പറഞ്ഞു. എന്താണ് കോസ്റ്റ് പ്രൈസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് ഉണ്ട്. ഇതിൽ ഈ കോസ്റ്റ് പ്രൈസ് മെത്തേഡിനകത്ത് കൺസൈനറിന് കിട്ടുന്ന ലാഭം എത്രയാണെന്ന് അവർക്ക് മനസ്സിലാവും. അതാണെന്ത് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. കാരണം
ഇവിടെ എന്തില്ല, ലാഭം കൂട്ടുന്നില്ല, കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് ഗുഡ്സ് കൺസൈൻ ചെയ്യുന്നത്. ഇൻവോയ്സ് പ്രൈസിനകത്താണെങ്കിൽ അവിടെ കോസ്റ്റ് പ്രൈസിനോട് കൂടി ഒരു ലാഭം കൂടി ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഈ കോസ്റ്റ് പ്രൈസ് മെത്തേഡിനകത്ത് കൺസൈനറിന് കിട്ടുന്ന ലാഭം എത്രയാണെന്ന് അവർക്ക് മനസ്സിലാവാൻ പറ്റും. അതാണെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്തുള്ള ജേണൽ എൻട്രീസ് വളരെ സിമ്പിളായിട്ടുള്ള ജേണൽ എൻട്രീസാണ്. കുറച്ച് ഒരു 9 ജേണൽ എൻട്രീസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 അക്കൗണ്ടാണ് ഇതിനകത്ത് വരക്കുന്നതെന്ന് പറഞ്ഞു. ഒന്ന് എന്താണ് പറഞ്ഞത്, ഒന്ന് കൺസൈൻമെൻറ്റ് അക്കൗണ്ടാണ്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. രണ്ടാമത് വരക്കുന്നതാണ് കൺസൈനി അക്കൗണ്ട് എന്നുള്ള എമൗണ്ട് ഡ്യൂ, എത്ര എമൗണ്ടാണ് കിട്ടാനുള്ളതെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി വരക്കുന്നതാണ് കൺസൈനി അക്കൗണ്ട്. അതാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ജേണൽ എൻട്രീസ് ആണ്. ജേണൽ എൻട്രീസും ലെഡ്ജർ അക്കൗണ്ട്സും ഒന്നിച്ച് പറയുകയാണ് ചെയ്യുന്നത്. കാരണം ജേണൽ എൻട്രീസ് നമുക്ക് ഏതെങ്കിലും ഒന്നും മനസ്സിലാക്കി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് കൊടുക്കുമ്പോഴുള്ള ജേണൽ എൻട്രീസ് ആണ് ഒന്നാമത് വരുന്നത്. കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നുള്ളതാണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഗുഡ്സ് ഞാൻ ഷോർട്ടാക്കിയാണ് എഴുതുന്നത്, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഇത് നമ്മൾ വായിക്കേണ്ടത് ആദ്യം കൃത്യമായി മനസ്സിലാക്കുക. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ഇങ്ങനെ വായിക്കണം. അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഫോർ എക്സാമ്പിൾ വെറുതെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 50,000 ഗുഡ്സാണ് എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. 50,000 ഇപ്പം ഒരു 500 യൂണിറ്റ്, ഒരു യൂണിറ്റിന് 500 എണ്ണം, ഇതിന് 100 രൂപ. അങ്ങനെ എങ്ങനെയാണെങ്കിൽ 50,000 ആണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്, ടോട്ടൽ എമൗണ്ട് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് 50,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ഇതുപോലെയാണ് ജേണൽ എൻട്രി വരുന്നത്. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി എന്നുള്ളത് കൺസൈൻമെൻറ്റിനകത്ത് കൺസൈനറുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എക്സ്പെൻസ് ആ കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലവായിട്ടുണ്ട് എങ്കിൽ അതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി എന്നല്ല. ഉദാഹരണത്തിന് ഇപ്പം എ ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി XYക്ക് കൺസൈൻ ചെയ്യുന്നത്. അപ്പോൾ എ ബി ലിമിറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് XYക്ക് കൊടുക്കുന്നത് വകയും ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ലോഡിങ് ചാർജസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്പെൻസോ എ ബി ലിമിറ്റഡിന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അതായത് കൺസൈനർക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രിയാണ് നെക്സ്റ്റ് വരുന്നത്. ഇത് ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. എക്സ്പെൻസാണ്. ആർക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസാണ്? കൺസൈനർക്ക് സംഭവിക്കുന്ന എക്സ്പെൻസാണ് ഇതിനകത്ത് എഴുതുന്നത്. ഉദാഹരണത്തിന് ഒരു 10,000 രൂപയുണ്ടെന്ന് വിചാരിക്കുക. കൺസൈനർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 10,000 ഒരു 1000 രൂപയുടെ എക്സ്പെൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഈ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ ജേണൽ എൻട്രി എഴുതും. ജേണൽ എൻട്രി എങ്ങനെയാണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ളത് എക്സ്പെൻസസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ കൺസൈനറുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പെൻസാണ്. ഇനി മൂന്നാമത്തെ ജേണൽ എൻട്രി എന്നുള്ളത്, മൂന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ കൺസൈൻമെൻറ്റ് അറേഞ്ച്മെൻറ്റിനകത്ത് ചിലപ്പം എന്താണ് കൺസൈന് ഭാഗത്ത് നിന്ന് അഡ്വാൻസ് എമൗണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ ആ അഡ്വാൻസ് എമൗണ്ട് കൺസൈനർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണൽ എൻട്രിയാണ് ദെൻ നെക്സ്റ്റ് വരുന്നത്. ഇത് ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. ക്യാഷ് ഓർ ബാങ്ക് അഡ്വാൻസ് എമൗണ്ട് ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ള. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇത് മൂന്നാമത്തെ കൺസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൂന്നാമത്തെ ജേണൽ എൻട്രിയാണ്. ദെൻ നെക്സ്റ്റ് നാലാമത്തെ ജേണൽ എൻട്രി എന്നുള്ളത് കൺസൈൻമെൻറ്റിനകത്ത് ഗുഡ്സ് കൺസൈനിങ് കൊടുത്തു. പക്ഷേ ആ കൺസൈനിൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പം ഗോഡൗണ് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ മറ്റ് രീതിയിനകത്തുള്ള എക്സ്പെൻസൊക്കെ കൺസൈനിക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രിയാണ് ദെൻ നെക്സ്റ്റ് ഉള്ളത്. ആ ജേണൽ എൻട്രി എന്നുള്ളത് കൺസൈനി എക്സ്പെൻസസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ കൺസൈൻമെൻറ്റ് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്പെൻസ് കൺസൈനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത്. ആ ജേണൽ എൻട്രിയാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് കൺസൈനി അക്കൗണ്ട് എന്നുള്ളത്.
ഇത് എക്സ്പെൻസ് കൺസൈൻ്റെ ഭാഗത്ത് നിന്നുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ജേണൽ എൻട്രി നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് കൺസൈനി അക്കൗണ്ടാണ്. ഇത് കൺസൈനിയുടെ അക്കൗണ്ടിനകത്തേക്കും ഇത് റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. കാരണം ഇവിടെ എന്ത് വരും, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എക്സ്പെൻസസ് ആരുടെ ഭാഗത്തുണ്ടായ എക്സ്പെൻസ്, കൺസൈനിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള എക്സ്പെൻസ് എന്നല്ല. ദെൻ അടുത്ത ജേണൽ എൻട്രി, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞു, കൺസൈനി ഒരു ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നു. കൺസൈനിക്ക് എന്ത് കിട്ടും, ഒരു കമ്മീഷൻ കിട്ടും എന്നുള്ളത്. സാധാരണയായിട്ട് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിൽസിൻ്റെ മുകളിലാണ് കമ്മീഷൻ എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെയിൽസിൻ്റെ മുകളിൽ സർട്ടൻ പെർസെൻറ്റേജ് ആയിരിക്കും കമ്മീഷൻ എന്നുള്ളത്. അപ്പോൾ ആ കമ്മീഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടുത്ത ജേണൽ എൻട്രിയാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി അക്കൗണ്ട് എന്നുള്ളത് ഇവിടെ എന്താണ്, കമ്മീഷൻ റെക്കോർഡ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഇത് വരുന്നത്. ഓക്കെ, കമ്മീഷൻ്റെ ജേണൽ എൻട്രിയാണ് ഇത്. ജേണൽ എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി അക്കൗണ്ട് എന്നുള്ളത്. ഇത് കൺസൈനി അക്കൗണ്ടിനകത്തും ഈ ഒരു ജേണൽ എൻട്രി എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യും. അതായത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്താണ്, കമ്മീഷൻ്റെ എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, കമ്മീഷൻ്റെ എമൗണ്ട് എന്നുള്ളത്. ദെൻ ഇതാണ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണൽ എൻട്രി, അതിൻ്റെ പോസ്റ്റിങ്ങുമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ദെൻ നെക്സ്റ്റ് സെയിൽസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണൽ എൻട്രിയാണ്. സെയിൽസുമായി, അതായത് കൺസൈനിക്ക് ഗുഡ്സ് കൊടുത്താൽ കൺസൈനി അത് വിൽപ്പന നടത്തുന്നു. ആ വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണൽ എൻട്രി എഴുതുന്നത്. ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത് നോക്കാം. ജേണലാണ് കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ശ്രദ്ധിക്കുക, കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇവിടെ എങ്ങനെ വരും, കൺസൈനി അക്കൗണ്ട് എന്താണ്, സെയിൽസ് പ്രൊസീഡ്സ് ആണ് ഇവിടെ വരുന്നത്. ജേണൽ എൻട്രി കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ഇതാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനകത്തും വരും, കൺസൈനിയുടെ അക്കൗണ്ടിനകത്തും വരും. എഴുതുന്ന ശ്രദ്ധിക്കുക, കൺസൈനി അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നാണ്. ഓക്കെ, ഇതാണ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണൽ എൻട്രി എന്നല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ള നിലവിലുള്ള ഈ ഒരു അക്കൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അക്കൗണ്ട് എന്നുള്ളത് ബാലൻസ് ചെയ്യുന്നു. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ആ ബാലൻസ് ചെയ്ത് കിട്ടുന്ന സാധനമാണ്. ഇപ്പോൾ ഞാനിവിടെ എമൗണ്ട് എഴുതിയിട്ടില്ല, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിനകത്തൊരു പ്രോബ്ലം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. സെയിൽസിൻ്റെ എമൗണ്ട് അതോടൊപ്പം തന്നെ ഈ എക്സ്പെൻസിൻ്റെ എമൗണ്ടൊക്കെ ഡിഡക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആയിരിക്കും. കിട്ടുന്ന ബാലൻസിങ് ഫിഗറിന് പറയുന്ന പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ കിട്ടുന്നതായിരിക്കും, ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് ആയിരിക്കും. ഈ ഭാഗത്താണെങ്കിൽ എന്തായിരിക്കും, ലോസ് ആയിരിക്കും. ലോസ് വരുന്ന സാധ്യത വളരെ കുറവാണ്. കാരണം കൺസൈൻ ചെയ്യുന്നത് ഏജൻറ്റിന് കൊടുക്കേണ്ടത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആയിരിക്കും, നോർമലി പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഫിഗർ എന്താണ്, ഇവിടെ പ്രോഫിറ്റ് എന്ന് വരും. അതിന് ചെയ്യേണ്ടതാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള. ഇനി നമ്മൾ രണ്ട് അക്കൗണ്ടാണ് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് അക്കൗണ്ടാണ്. ഒന്ന് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു, അത്രയാണ് ലാഭവും നഷ്ടവും എന്നുള്ളത്. ഈ അക്കൗണ്ടിനകത്ത് നമ്മൾ ലാഭവും നഷ്ടവും എന്നുള്ളത് നോക്കി. ഇനി കൺസൈനി അക്കൗണ്ട് പുറക്കേണ്ടത് എത്ര എമൗണ്ടാണ് കൺസൈനിയുടെ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ളത് എന്ന് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ അക്കൗണ്ടും എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യും. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു എമൗണ്ട് എന്നുള്ളത് വരും. അത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ആയിരിക്കും. ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ളത് ബാലൻസ് ഡ്യൂ. ബാലൻസ് എത്ര എമൗണ്ടാണ് ബാലൻസ് കൺസൈനിയുടെ ഭാഗത്ത് കിട്ടാനുള്ളത് എന്ന് എന്ന് കണ്ടുപിടിക്കാൻ. ഇതും എന്തായിരിക്കും, ഇത് ബാലൻസിങ് ഫിഗർ ആയിരിക്കും. ബാലൻസിങ് ഫിഗർ ആയിരിക്കും ഈ എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണൽ എൻട്രീസ് എന്നുള്ളത്. ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൺസൈൻമെൻറ്റ് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്രയും ജേണൽ എൻട്രീസ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം അതിനകത്ത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ജേണൽ എൻട്രീസ് നമ്പർ ഇട്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ ഇത് ഒന്നാമത്തെ ജേണൽ എൻട്രിയാണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നുള്ളത് ഒന്നാമത്തെ ജേണൽ എൻട്രിയാണിത്. ദെൻ രണ്ടാമത്തെയാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ളത് രണ്ടാമത്തെ ജേണൽ എൻട്രിയാണ്. ദെൻ മൂന്നാമത്തത് അഡ്വാൻസിൻ്റെ എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് എമൗണ്ട് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് കൺസൈനി അക്കൗണ്ട് എന്നുള്ളത് മൂന്നാമത്തെ ജേണൽ എൻട്രിയാണ്.
ദെൻ എക്സ്പെൻസസ് കൺസൈനിയുടെ ഭാഗത്ത് എന്തെങ്കിലും എക്സ്പെൻസ് ചിലവാകുന്നുണ്ടെങ്കിൽ അതാണ് 4ാമത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് കൺസൈനി അക്കൗണ്ട് എന്നുള്ളത്. ഇനി കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് 5ാമത്തെ ജേണൽ എൻട്രി. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് കൺസൈനി അക്കൗണ്ട് എന്നല്ല, കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണൽ എൻട്രി എന്നല്ല. അതോടൊപ്പം തന്നെ സെയിൽസിന് ജേണൽ എൻട്രി ഇവിടെ ഉണ്ട്, വിട്ടുപോകരുത്. സെയിൽസിന് ജേണൽ എൻട്രി ഉണ്ട്. ആ സെയിൽസിൻ്റെ തന്നെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ എക്സ്പെൻസ് തന്നെയാണ് ഇവിടെയും, ഈ എക്സ്പെൻസിൻ്റെ ജേണൽ എൻട്രിയാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കമ്മീഷനാണ് 5ാമത്തെ കമ്മീഷൻ ജേണൽ എൻട്രിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം 6 ജേണൽ എൻട്രി ആയി. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതാണ് ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ള ജേണൽ എന്നുള്ളത്. എമൗണ്ട് കൺസൈൻ്റെ ഭാഗത്ത് നിന്ന് അവസാനമുള്ള ബാലൻസിൻ്റെ എമൗണ്ട് അതാണ് 7 എന്നുള്ളത്. അല്ലെങ്കിൽ 7 ഇതും വേണമെങ്കിൽ 7 എഴുതാം. കാരണം ഇത് ബാലൻസിൻ്റെ എമൗണ്ട് എത്ര കിട്ടാനുള്ളതെന്നുള്ളത്. ഇത് കൺസൈൻമെൻറ്റിനകത്തുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളത് 8ാമത്തെ ജേണൽ എൻട്രി എന്നല്ല. 7 വിട്ടും അങ്ങോട്ടും എഴുതുമ്പോൾ അങ്ങോട്ട് വിട്ട് മാറിപ്പോയാൽ പ്രശ്നമില്ല. ആദ്യം എന്ത് ചെയ്യുക, ക്യാഷ് ഓർ ബാങ്കിലുള്ള എമൗണ്ട് ഡ്യൂ ഉള്ളത്, പിന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ജേണൽ എൻട്രി എഴുതിയിട്ട് ഈ ജേണൽ എൻട്രി എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 8 ജേണൽ എൻട്രിയാണ് നോർമലി വരുന്ന 8 ജേണൽ എൻട്രിയാണ് കൺസൈൻമെൻറ്റ് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഇനി അവസാനം ഈ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നുള്ള ആ അക്കൗണ്ട് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അതിൻ്റെ അവസാനം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഒരു ജേണൽ എൻട്രി കൂടി വരും. ലാസ്റ്റ് ഇത് 8 ജേണൽ എൻട്രീസ്. ദെൻ മറ്റൊരു ജേണൽ എൻട്രി കൂടി വരും എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളത് നമ്മളതിനെ ഗുഡ് സെൻഡ് ടു കൺസൈൻമെൻറ്റ് എന്നുള്ളത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രിയാണ് ഇതെന്നുള്ളത്. അപ്പോൾ ഇതാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. കോസ്റ്റ് പ്രൈസ് മെത്തേഡ് കൊണ്ടുള്ള 1-2 ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിനകത്ത് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഈ ചാനലിലൂടെ കൊമേഴ്സ് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഉപകാരമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.